Hello all, it's me Elsa, working as a ground staff at Cochin International Airport. Born and raised in God's own country. I'm an English literature graduate with a diploma in aviation, so I can quote Shakespeare while printing your boarding pass. Welcome to the world of Elsa. Let's explore and experience together. ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളുകൾക്ക് ശേഷം അപ്പം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. വർക്കിൻ്റെ പ്രഷറിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്കൊരു ചെറിയ പീസ്ഫുൾ ടൈം വേണ്ടതല്ലേ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഞാനും പോയി ഫ്രം അങ്കമാലി ടു ബാംഗ്ലൂർ. എൻ്റെ സിസ്റ്റർ അവിടെ ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ലോങ് ജേണി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. നേരത്തെയും ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ മേ ബി എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പേരൻസ് എൻ്റെ കൂടെ കാണും, അല്ലെങ്കിൽ മേ ബി കസിൻസിൻ്റെ കൂടെ ആയിരിക്കും ഞാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഒറ്റയ്ക്കുള്ള ട്രാവൽ അടിപൊളിയായിരുന്നു. ഫ്രം അങ്കമാലി ടു ബാംഗ്ലൂർ ഞാൻ സ്ലീപ്പർ ബസ്സാണ് ബുക്ക് ചെയ്തിരുന്നത്. കിടന്നുകൊണ്ട് സുഖമായി പോയി. ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് നേരെ അന്ന് തന്നെ ഞാൻ ബാംഗ്ലൂരിന് ബസ് കയറുമായിരുന്നു. അപ്പം തമിഴ്നാടിൻ്റെ കുറേയധികം കാഴ്ചകളൊക്കെ കണ്ട് ഞാനങ്ങനെ എൻ്റെ രാവിലെ കഴിച്ചു. തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ നേരത്തെ പണ്ട് കുഞ്ഞിലെ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്. ആ ടൈമൊക്കെ കണ്ട തമിഴ്നാടിനെ വെച്ചും ഇപ്പോഴത്തെ തമിഴ്നാടിനെ വെച്ച് നോക്കുമ്പം ഐ ക്യാൻ സീ എ വെരി ഹ്യൂജ് ഡിഫറൻസ് ഓവർ ദെയർ. ആക്ച്വലി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആൻഡ് ഞാൻ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേന് കർണാടകയിലെത്തി. എന്നെ പിക്ക് ചെയ്യാൻ ഫെബ വന്നിട്ടുണ്ടായിരുന്നു. വെൽക്കം ടു ബാംഗ്ലൂർ. ഫേബയ്ക്ക് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ എൻ്റെ ചാനൽ വേണ്ടാന്ന് എനിക്കറിയാം, എങ്കിലും പറയാം. ഫേബ എൻ്റെ കസിനാണ്, ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഇപ്പം അവളുടെ അടുത്തേക്കാണ് പോകുന്നത്. ഒരു തവണ ബാംഗ്ലൂർ വന്നേക്കുന്നതുകൊണ്ട് അടുത്ത തവണ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പരിചയമുള്ള സ്ഥലത്ത് വരുന്നൊരു ഫീലായിരുന്നു കേട്ടോ. നമ്മൾ തക്കാളി വാങ്ങിക്കാൻ പോകുന്നു ഗൈസ്. നമ്മൾ അങ്ങനെ ബാംഗ്ലൂരൊക്കെ വന്ന് രാവിലെ തന്നെ തക്കാളി മേടിക്കാൻ വേണ്ടി പോവുക. പക്ഷേ ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒന്നും കാണത്തില്ല. നൈറ്റ് ലൈഫ് മാത്രമേ ഉള്ളൂ. പച്ചക്കറി മേടിക്കണമെങ്കിൽ രാത്രി അങ്ങനെ നേരത്തെ മേടിച്ച് വെച്ചാൽ മാത്രമേ രാവിലെ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് രാവിലെ ഏതെങ്കിലും കട തുറക്കുന്നുണ്ടോ എന്ന് നോക്കാം. എനിക്ക് പൊതുവേ എനിക്കിഷ്ടമുള്ളവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കാനും കുക്ക് ചെയ്ത സാധനം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആഫ്റ്റർ വെരി ലോങ് ടൈം ഞാൻ കുക്ക് ചെയ്തേക്കുക. ദാറ്റ് മീൻസ് ഞാൻ കുക്ക് ചെയ്യാറില്ല എന്നല്ല, ഞാൻ പി ജിയിലായിരിക്കുമ്പോൾ എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, എൻ്റെ അവിടെ അതിനുള്ള സാഹചര്യമില്ല. അപ്പം ഞങ്ങൾ രാവിലെ കുക്ക് ചെയ്തു. അവൾ പുറത്തുനിന്ന് വാങ്ങിക്കാനാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് കുക്ക് ചെയ്യാനുള്ള എൻ്റെ ഒരു 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 ഉൾവിളി അത് വന്നുകൊണ്ടിരുന്നു. എന്നാ ചെയ്യാനാ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ തക്കാളി ചോറ്. ബാംഗ്ലൂരിൽ അവൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള നേരിട്ടുള്ള വ്യൂ ആണ്, വഴിയിലേക്കുള്ള വ്യൂ. ഓ വാവ്, ബ്യൂട്ടിഫുൾ. സോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് everybody. അപ്പോൾ നമ്മൾ ഒരു മ്യൂസിയത്തിലേക്ക് പോവാണ്. മ്യൂസിയം ഓഫ് ആർട്സ് ആൻഡ് ഫോട്ടോഗ്രാഫി സംതിങ്, MAP മാപ്പ് എന്നെങ്ങാണ്ടാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ആർട്സ് ആൻഡ് ഫോട്ടോ സംതിങ്. ഇവളെ സംബന്ധിച്ച് അത് കല്ലാണ്, എന്നെ സംബന്ധിച്ച് സംതിങ് വെരി സ്പെഷ്യൽ ന്യൂ ഇൻഫർമേഷൻസ് അബൌട്ട് സം തിങ്സ് ഓക്കെ. അപ്പം ഇപ്പോൾ ഇവിടെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ടെന്ന് ഞാനിങ്ങനെ എൻ്റെ സൈഡിൽ കയറിയപ്പോൾ കണ്ടു. അപ്പം പോയി നോക്കാം. ആദ്യം ടിക്കറ്റ് കിട്ടുമോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ബാംഗ്ലൂരിലുള്ളവർക്കും ബാംഗ്ലൂരിൽ വന്നിട്ടുള്ളവർക്കും ബാംഗ്ലൂരിലെ ട്രാഫിക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ ഒരു ട്രാഫിക്കാന്ന് എൻ്റെ പൊന്നോ. പക്ഷേ ഞാൻ അത്ര വലിയ ട്രാഫിക്കൊന്നും അനുഭവിച്ചില്ല. ഒരു 1 അവർ അത്രയേ ഉള്ളൂ. സിസ്റ്റർ പറഞ്ഞ അനുസരിച്ച് 3-4 മണിക്കൂറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ ഭാഗ്യം കൊണ്ടോ എൻ്റെ നിർഭാഗ്യം കൊണ്ടോ എനിക്കത് അനുഭവിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം ഓർത്തു ഈ വീഡിയോയുടെ വോയിസ് ഓവർ അതേപടി ഇടാണ്, പക്ഷേ നിങ്ങൾക്കൊരു സാധനവും കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ബ്ലാബ്ല പറയുന്ന സാധനം വളരെ ചുരുക്കി ഒരു കാര്യം പറയാം. നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെ ഐ ഗോട്ട് എ ന്യൂ എക്സ്പീരിയൻസ് ബിക്കോസ് തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ വരുന്നതനുസരിച്ച് പുതിയ വളരെ വളരെ വളരെയധികമുള്ള റെവല്യൂഷൻസ് എന്നോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയും, കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ നമ്മുടെ ഹൊസൂരിൽ നിന്ന് ബാംഗ്ലൂർ വരുന്ന വഴിക്ക് ഞാൻ അവിടെ ഒരു ടോയ്ലറ്റ് കണ്ടു. ആക്ച്വലി ഞാൻ അവിടെ ഇറങ്ങിയില്ല, പക്ഷേ ഞാൻ വരുന്ന വഴിക്ക് കണ്ടാണ്. ഭയങ്കര ക്ലീനാണ്. അത് ഓൾറെഡി അവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫിന് ക്ലീൻ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഞാൻ നോക്കി എൻ്റെ പൊന്നെ, കാര്യം ഞാൻ നേരത്തെ തമിഴ്നാട്ടിൽ പോയ സമയത്ത് എൻ്റെ പൊന്നെ അവിടെ ഒരു ബാത്റൂമിന് വേണ്ടി നമ്മൾ കിടന്ന അലഞ്ഞലച്ചിൽ, പ്രത്യേകിച്ച് ഇടുക്കി കമ്പം സ്വദേശികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാനത് കണ്ടു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ കർത്താവേ, ഇതുപോലെ നല്ലൊരു ബാത്റൂമായി. തൊട്ടടുത്തെന്ന് വെച്ചാൽ ഒരു 2-3 സ്റ്റെപ്പ് അങ്ങ് മാറി കഴിഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ രാവിലെ പുള്ളിയുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ ആ വെട്ട വെളിയിലിരുന്ന് റോഡിൻ്റെ സൈഡിൽ ഇരുന്ന് തന്നെ പരിപാടി ചെയ്യുന്നു. വാവ്, വാട്ട് എ ബ്യൂട്ടി.
ഇതൊക്കെ ഓരോ മനുഷ്യർ തീരുമാനിക്കണം അവർക്ക് സ്വന്തമായിട്ട് മാറണമെന്ന്. അതിപ്പം അട്ടയെ പിടിച്ച് മെത്തയിരുത്തേ ഇരിക്കുമോ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ എന്നാ കാണിച്ചെന്ന് പറഞ്ഞാലും ചങ്കരം വീണ്ടും തെങ്ങേ തന്നെയാണെന്ന് പറയുന്ന ഓരോരോ കാഴ്ചപ്പാടാണ് ഓരോ മനുഷ്യർക്ക്. മാറ്റങ്ങൾ വരണമെങ്കിൽ സർക്കാർ മാത്രം ഓരോന്ന് കൊണ്ടുവന്നാൽ പോരെ, നമ്മളും മാറണം എന്നുള്ള വിചാരം നമുക്ക് കൊണ്ടുവരണം. അതാണ് ഞാൻ ഇത്ര വിശാല കാര്യമായിട്ട് അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രാഫിക്കിൻ്റെ നല്ല ഒച്ചയായതുകൊണ്ട് ഈ പറയുന്ന ഒരു കാര്യവും ഞാൻ പ്യുവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ വായൊരു വഴിക്കും എൻ്റെ ഒച്ച വേറൊരു വഴിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം എൻ്റെ ഒച്ചയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ. ബാംഗ്ലൂരിൽ നമ്മുടെ നാട്ടിൽ ടാക്സി പിടിക്കുന്നതൊന്നും പറ്റില്ല. ഓൺലൈൻ ഊബറോ അല്ലെങ്കിൽ റാപ്പിഡോ പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓൺ ടൈമിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താം. അല്ലെങ്കിൽ നമ്മൾ കൈയും കാണിക്കും കഴുത്തിറക്കുന്ന പ്രൈസും അവർ വാങ്ങിക്കും. ഞങ്ങളങ്ങനെ ഒത്തിരി താമസിക്കാതെ തന്നെ മ്യൂസിയത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീഡിയോ എടുക്കാനാണ് ഇതിലെ കൂടെ വന്നത്. ആൻഡ് അവിടെ ഒരു ബെൻസിൻ്റെ ഷോറൂം കണ്ട് കുറച്ച് വായി നോക്കി അവിടെ വന്നു. അപ്പം ഇതാണ് മാപ്പ്, മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി. ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറും പിന്നെ അവിടുത്തെ എക്സിബിഷൻ്റെ ഡീറ്റെയിൽസും കാണാം. സോ മാപ്പിൽ വന്നു. മാപ്പ് മീൻസ് മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി. അത് ബാംഗ്ലൂരിലുള്ളൊരു മ്യൂസിയമാണ്. സോ ഐ എം ചൂസിങ് ഒരു വിമൻ റിപ്രസെൻറ്റേഷനെ കുറിച്ചുള്ളൊരു എക്സിബിഷൻ നടക്കുന്ന ഒരു ഫ്ലോറിലേക്കാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ഫോർ ടിക്കറ്റ്. ആൻഡ് വി ഹാവ് അനദർ ഓപ്ഷൻ. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ ആക്സസ് ചെയ്യാം വിത്തൗട്ട് എനി പേയ്മെൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കണ്ടിട്ട് ഞങ്ങൾ 2 ടൈപ്പ് ചൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ 4th ഫ്ലോറും ചൂസ് ചെയ്തിട്ടുണ്ട്. ഫെബ വേറൊരു ലൈറ്റിൻ്റെ ഒരു കാലിയോഗ്രാഫി സംഭവം, കാലിയോഗ്രാഫി അല്ലല്ലോ എന്താണത്, ഒരു ലൈറ്റിൻ്റെ ഒരു സംഭവം കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ കാലിഡോസ്കോപ്പ്. അപ്പം അതിൻ്റെ സത്യം പറഞ്ഞ് ഇത് എന്നാ സംഭവം എന്ന് മനസ്സിലാക്കാൻ തന്നെ എനിക്ക് കുറേ സമയമെടുത്തു. ഇത് എന്നതാണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ഐക്കൺസ് കാണും. അപ്പോൾ ആ ഐക്കൺസ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ട് വർക്ക്സ് നമുക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു മനുഷ്യനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ മനുഷ്യരുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു കണ്ണിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ട് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ 4th ഫ്ലോറിലേക്ക് പോവാണ്. ഞാൻ ഇൻസൈഡാണ്. സോ ഇതിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനം കാണാം. Look at the painting. It's Raja Ravivarma's painting from 1890s. Wow. Let me show. Look at the detailing. Oh my god. ഇന്ത്യൻ സാംസ്കാരികതയും യൂറോപ്യൻ റിയലിസവും കൂടെ ചേർത്തിട്ടുള്ള ഓയിൽ പെയിൻറ്റിങ്ങുകളാണ് അദ്ദേഹത്തിൻ്റെ കൂടുതലും. അതിൽ നമുക്ക് ഹിന്ദു ഗോഡും ഗോഡസസും ഒക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് എ പ്രൗഡ് മൊമെൻറ്റ്. ഒരു കേരള പെയിൻറ്റിങ് ഇവിടെ. ഐ ഹാവ് എ ലോട്ട് ടു സേ. ഇതിപ്പോൾ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പതുക്കെ പറയുന്നത്. എങ്ങനെയാണ് ഓരോ രീതിക്ക് ലൈക്ക് ത്രൂ ആർട്ട് ആൻഡ് സിനിമാസ് ആൻഡ് എവറി വിഭാഗങ്ങളിലും പെണ്ണുങ്ങൾ, അതായത് വിമൻസ് എങ്ങനെയായിരുന്നു പോർട്രേ ചെയ്തിരുന്നത് എന്നുള്ളൊരു കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ത്രൂ ആർട്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് ലൈക്ക് ഓയിൽ പെയിൻറ്റിങ്, കോപ്പർ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അപ്പം എല്ലാം ഒന്നും എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഐ ട്രൈ ടു ക്യാപ്ചർ ഈ ഒരു പെയിൻറ്റിങ്. ഓ മൈ ഗോഡ്, എനിക്കിതിനെക്കുറിച്ച് പറയാം. ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനൊരു വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്. അതായത് എനിക്ക് അപ്പം തോന്നിയ ഈ ഒരു പെയിൻറ്റിങ് കണ്ടിട്ട് തോന്നിയ അർത്ഥങ്ങളെക്കുറിച്ച്. പക്ഷേ ഞാനിത് ഇപ്പോൾ കാണുമ്പം എനിക്ക് മറ്റൊരു അർത്ഥമാണ് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റർ ആളുടെ വർക്ക് ചെയ്യുമ്പം അത് കാണുന്നതോ അല്ലെങ്കിൽ വായിക്കുന്നതോ ആൾക്കാർക്ക് അവരവരുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ഒരു വർക്കിനൊരു മീനിങ് കൊടുക്കാൻ പറ്റും. അതാണ് ശരിക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മീനിങ്. ഈ ഒരു പെയിൻറ്റിങ് ആക്ച്വലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിടത്തോളം ഗേൾസിൻ്റെ ചോയ്സസ് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ വേണമെന്നുള്ള അവരുടെ ഡിസിഷൻസിനെ ആണ് കാണിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യട്ടോ. ആൻഡ് ഈ ഒരു മ്യൂസിയത്തെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ ഉള്ള ഒരു അടിപൊളി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അവർ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് അവർക്ക് തൊട്ടും കേട്ടും അറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അവർ ബുക്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്സ്ചേർഡ് ആയിട്ടുള്ള, ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിൽ ആ പെയിൻറ്റിങ്ങിൻ്റെ അതേ ടെക്സ്ചേർഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വി ക്യാൻ എക്സ്പീരിയൻസ് ദീസ് ലൈക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് എബൌട്ട് ദിസ് ആർട്ട്. ഈ സെയിം ആർട്ടിൻ്റെ ഒരു നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നൊരു വേർഷൻ അതിൻ്റെ താഴെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ലുക്ക് അറ്റ് ദാറ്റ്. ദ സെയിം വി ക്യാൻ ടച്ച് ആൻഡ് ഫീൽ ദ ടെക്സ്ചർ ആൻഡ് എവറിത്തിങ്. ആൻഡ് ഇവിടെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കാണും. പണ്ടത്തെ പപ്പച്ചോടെയൊക്കെ ഒരു പപ്പച്ചു എന്നാണോ പറയുന്നത്, ഒരു പർട്ടിക്കുലർ വേർഡുണ്ട്, ഞാൻ മറന്നുപോയി.
ആക്ച്വലി നമ്മുടെ ദശാവതാര സിനിമയിലൊക്കെ കാണില്ലേ, നിഴൽ നാടകം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, അതുപോലത്തെ ഒരു സംതിങ് ഇതിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. സീ ദ എലമെൻറ്റ്സ് ത്രൂ ദ ലൈറ്റ് ബിഹൈൻഡ്. ഐ ലെറ്റ് മൈ ഹെയർ ലൂസ് എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണിത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ലൂസ് അല്ലെങ്കിൽ ലോങ് ഹെയർ എന്ന് പറയുന്നത് ഫെമിനിനായിട്ടും ഹോണറായിട്ടും ഡിഗ്നിറ്റി ആയിട്ടൊക്കെ കണ്ടുവരുന്ന സമയത്ത് പെണ്ണുങ്ങൾ അവരവരുടെ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ അവരവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാനൊക്കെ ഈ ഒരു രീതിക്കുള്ള ഒരു സമര രീതി മുമ്പ് 2002 കാലഘട്ടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ. ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴേ ഓർത്തെ, റീസെൻ്റ്ലി ഞാനൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയാസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് വേൾഡിൽ 50% ഓഫ് പൈലറ്റ്സിന്, വിമൻ പൈലറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. സോ ദിസ് ഈസ് എയർഫോഴ്സ് പൈലറ്റ് ട്രെയിനിങ് കോഴ്സ്, അവിടെ നിന്നുള്ളൊരു ഫോട്ടോഗ്രാഫാണിത്. ഇൻസ്പയറിങ്. കുറേയധികം ഇൻഫോർമേറ്റീവും ഇൻഫ്ലുവൻസിങ്ങും ആയിട്ടുള്ള കുറേയധികം ആർട്ട് വർക്ക്സും ഫോട്ടോഗ്രാഫ്സും ഒക്കെ ഈ ഒരു മ്യൂസിയത്തിൽ, ഈ ഒരു എക്സിബിഷനിൽ എനിക്ക് കാണാൻ പറ്റി. വളരെ തുറന്നുള്ള കുറേയധികം കാഴ്ചകളും. അതായത് പറയുമ്പോൾ നമുക്ക് ശരിയായിരിക്കും, പക്ഷേ അല്ല, ഇതാണ് റിയാലിറ്റി. ദിസ് ഈസ് ദ എക്സാക്റ്റ് ബോഡി ഓഫ് എ വിമൻ. ഈ ഒരു എക്സിബിഷൻ കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് വിമൻസ് പോർട്രേഡ് ഇൻ ആർട്സ് ആൻഡ് സിനിമാസ് ആൻഡ് എവറിത്തിങ്. സോ ഓൾമോസ്റ്റ് നമ്മൾ ഇവിടെയുള്ള എക്സിബിഷൻ കണ്ട് തീർത്തിട്ടുണ്ട്. People are beautifully portraying women beautifully portrayed in each and every work, about their sex, about their desire, about their decision. ഇവിടെ കുറച്ച് ഒരു ഫോട്ടോസ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയുടെ ഫോട്ടോ ഞാനത് ആഡ് ചെയ്യാം. സെയിം കുട്ടിയാണ്, പക്ഷേ ആളുടെ ലുക്സ്, ആളെങ്ങനെ ആളെ കാണിക്കണം എന്നുള്ളത് ആൾ ഡിസൈഡ് ചെയ്തിട്ട് ബോത്ത് ആ ഒരു ഫോട്ടോയിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. അതായത് വിമൺ എന്നല്ല, എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും അവരവരുടേതായ ഡിസിഷൻസ് ഉണ്ട്. സോ ആർക്കും അതിൽ കൂടുതൽ കയ്യിൽ കടത്തിയതിലൊരു കുളവാക്കേണ്ട ആവശ്യമില്ല. വെൻ ദേ ഡിസൈഡ് സം ഡിസിഷൻ ബൈ ദെയർ ഓൺ സെൽഫ്, ഇറ്റ് വിൽ ബി ലൈക്ക് ബ്യൂട്ടിഫുള്ളി, അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, പറയാൻ എനിക്ക് വേർഡ്സ് കിട്ടുന്നില്ല. So if you have time, come and visit the exhibition. Will be till in January 26. I don't know something. 2026 January വരെ ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. If you have time, if you are in Bangalore, just come and visit and explore this. Later we went to the downstairs. അവിടെ ഒരു കഫേ ഉണ്ട്. അവിടെ കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കല്ലിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞോളാണ് കല്ലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഷോയിൽ കയറി. കാലിഡോസ്കോപ്പ് എന്ന് പറയുന്ന വേർഡ് കിട്ടാൻ ഞാൻ പെടുന്ന പാട് എനിക്കേ അറിയത്തുള്ളൂ. ഓ മൈ ഗോഡ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ലൈറ്റ്സ് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എൻ്റെ കണ്ണടിച്ച് പോകുമെന്ന് എനിക്കൊരു പേടി. ചുമ്മാ അറിയുന്ന കേട്ടോ, ജസ്റ്റ് കിഡിങ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അവിടെ. അതായത് നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ അതിലിങ്ങനെ ബ്ലബിളായിട്ട് വരും. ആൻഡ് എനിക്കിതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ബ്യൂട്ടിഫുൾ സ്കൈ ടെക്സ്ചർ. അടിപൊളി അടിപൊളി അടിപൊളി. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് മൾട്ടിപ്പിൾ ചാച്ചയാണ് ഗൈസ് ഇവിടെ കാണാൻ പോകുന്നത്. മൾട്ടിപ്പിൾ ചാച്ചൻ, ഇനി മൾട്ടിപ്പിൾ മമ്മി. ഇനി മൾട്ടിപ്പിൾ ഞങ്ങൾ, ഇനി മൾട്ടിപ്പിൾ ഞാൻ. ഒരെണ്ണത്തെ സഹിക്കാൻ പറ്റുന്നില്ല, ഇത്രയും ഞാനോ? ഓ നോ. ഞാൻ എൻ്റെ ഒരു ഫാമിലി ഫോട്ടോയാണ് കൊടുത്തിരുന്നത്. ഞാൻ ഫേബ കൊടുത്തിരുന്നത് ഞങ്ങളുടെ കുഞ്ഞു ബംബിൾ ബീയുടെ ഫോട്ടോ വിത്ത് ഹെർ. Guys, it's another level of experience. So രണ്ടുപേർക്കും അവരവരുടേതായ ഇഷ്ടങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഫോർ മീ കുറച്ച് ലിറ്റററി ഐറ്റംസ് കണ്ടു. ഫോർ ഹെർ കുറച്ച് ലൈറ്റിംഗ് സംഭവങ്ങൾ കണ്ടു. പിന്നെ താഴെ സെറ്റ് ചെയ്തിട്ടുള്ള അവരുടെ കുറച്ച് ഷോപ്പിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ പോയത്. 1650 rupees. കുറച്ച് ഇന്ത്യൻ ട്രഡീഷണൽ വർക്ക്സും ഹാൻഡ്ലൂം ഐറ്റംസ് ആയിരുന്നു അവിടെ അവർ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അതുപോലെ തന്നെ നല്ല എസ്തെറ്റിക് സാധനങ്ങളുമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ദീപാവലിയുടെ പടക്കം പൊട്ടിക്കൽ കേൾക്കുന്നുണ്ട്, അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുഞ്ഞൊരു കടയായിരുന്നു, വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ലായിരുന്നു. നാപ്കിൻ ഹോൾഡറൊക്കെ
ഓക്കെ എക്സിബിഷനിൽ കുറേ വർക്ക്സ് ഒക്കെ കണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നാൽ പോലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിൽ കുറച്ച് സാധനങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളി. കുറച്ച് പൊട്ടിയ ജാറൊക്കെ കണ്ടു. ഇപ്പം എൻ്റെ ഭാഗത്തു നോക്കുകയാണെങ്കിൽ ഞാൻ പറയും എന്താ മനുഷ്യൻ്റെ ഉള്ളിലെ ഹൃദയം പൊട്ടി പക്ഷെ പുറത്ത് കുറച്ചും കൂടെ സ്ട്രോങ് ആണെന്ന് പറയും. ഫോർ ഹെർ ഇറ്റ്സ് ഓൺലി എ പൊട്ടിയ ജാർ. റൈറ്റ് പറ. പൊട്ടിയ ജാർ ഗൈസ്. ഒരു സംഭവമുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ആർട്ട് കണ്ടപ്പോഴാണ് തോന്നുന്നത് നമ്മുടെ ജാപ്പനീസിൽ ജപ്പാനിലാണെന്ന് തോന്നുന്നു എൻ്റെ അറിവനുസരിച്ച് നമുക്ക് ഒരു പാത്രം നല്ലൊരു പാത്രം അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് അവർ പിന്നെ അത് കൂട്ടിച്ചേർക്കും. അപ്പോൾ പിന്നെ കൂട്ടിച്ചേർക്കുമ്പം അത് കുറച്ചും കൂടെ വിയേർഡായി പോകത്തില്ല. കാരണം നല്ല പ്രിൻ്റൊക്കെ ഉള്ളൊരു സാധനം പിന്നെയും കൂട്ടിച്ചേർക്കുമ്പോൾ വിയേർഡായി. അപ്പോൾ അതിനവർ പണ്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ്. അതുപോലെ ഇതുപോലെ അവർ കൂട്ടിച്ചേർക്കും. കാണാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ ഒന്ന് കൂട്ടിച്ചേർത്തിട്ട് ഈ ഗോൾഡൻ പെയിൻ്റ് അടിക്കുമ്പോൾ ആ ഒരു പൊട്ടിയ സാധനത്തിൻ്റെ തന്നെ ഔട്ട്കം ലൈക്ക് സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ എവിടെയെങ്കിലും ആഡ് ചെയ്യാം. ആ ഒരു ജാപ്പനീസ് സ്റ്റൈൽ ഓഫ് പോട്ടിങ്. ബ്രോക്കൺ പോട്ട്സിനെ അവർ എന്താ പറയുക ഒന്നിച്ച് ചേർക്കുമ്പം അത് ബ്രോക്കൺ ആകുമ്പോൾ പന്നയാവും, പക്ഷെ അത് ഒന്നിച്ച് ചേർക്കുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളും അങ്ങനെ ആയിരിക്കണം. നമ്മളങ്ങനെ മ്യൂസിയത്തിൻ്റെ പുറത്തിറങ്ങി. അപ്പം സെബ എങ്ങനെ ഉണ്ടായിരുന്നു മാം? മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കല്ല് കാണാൻ വന്ന് കല്ല് കണ്ട്. ആളിവിടെ വരുന്നതിന് മുന്നേ ആൾക്ക് പറയുന്നത് എന്താ, ആൾ കല്ല് കാണാൻ പോവാ. കല്ല് മാത്രമാണോ കണ്ടത്? പറ. കല്ല് കാണാൻ കണ്ണാടിയും കൂടെ കണ്ട്. ശരി, ഇനി രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യത്തിലേക്ക് പോവാം. ഓക്കെ, എന്തുവാ ഫുഡാണോ? നീ അല്ലേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞേ? ഷോപ്പിങ്ങോ? സ്ട്രീറ്റില് നല്ല ചെറുക്കന്മാരുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. എൻ്റെ ഇടത് സൈഡിൽ ഒരു ബാംഗ്ലൂർ കോഴി നിൽപ്പുണ്ട്. തൂക്കത്തിന് വിൽക്കുന്നതായിരിക്കും ആർക്കാരും വേണമെങ്കിൽ പ്രൊഫഷണൽ കോഴി. അങ്ങനെ നമ്മൾ ചർച്ച് സ്ട്രീറ്റിലെത്തി. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പം നമ്മൾ ചർച്ച് സ്ട്രീറ്റ് ഒച്ചയ്ക്ക് പറഞ്ഞില്ല. ഇവിടെ ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. ഞങ്ങൾ വലിയ കാര്യത്തിന് കുറച്ച് മുന്നത്തെ വീഡിയോയിലൊക്കെ കേട്ടിട്ടില്ല. അതെ, ഇനിയിപ്പോൾ ഒരു വോയിസ് ഓവർ ചെയ്താൽ ഭയങ്കര റൂളായിരിക്കും. കാര്യം ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കുന്നത് വേറെ ഒന്നുമായിരിക്കും. എന്തെങ്കിലും കാട്ടെ. നല്ല എസ്തെറ്റിക്, ഇൻസ്റ്റഗ്രാമിക്, പിൻട്രസ്റ്റിക് പുതിയ വേർഡൊക്കെ ഈ ഒരു സ്ഥലത്തിന് ഞാൻ കൊടുക്കും. ആക്ച്വലി നല്ല രസമുള്ളൊരു എസ്തെറ്റിക് സ്ഥലമായിരുന്നു ചർച്ച് സ്ട്രീറ്റ്. അവിടെ ഒരു ബുക്ക് ഷോപ്പ് കണ്ടപ്പോൾ അതിൽ കയറി. ആക്ച്വലി കുറച്ച് ട്രാവൽ ബുക്സ് തേടി നടക്കുവാണ് ഞാൻ. അതുപോലെ തന്നെ ഫുഡ് അത്ര എക്സ്പ്ലോർ ചെയ്യാത്ത ആളാണ് ഞാൻ. പക്ഷേ അവിടെ ചീസ് കേക്ക് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് എൻ്റെ ഏത് നേരത്തെ എനിക്ക് തോന്നിയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആ ഒരു ഡിസിഷൻ ഞാൻ എടുത്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനാണ്. ഓസ്കാർ കിട്ടിയൊരു പോലും ഇത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ടാകത്തില്ല. അത് വായിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യാൻ പെട്ട പാടെ എനിക്കേ അറിയത്തുള്ളൂ. ഒൺലി ബിക്കോസ് ഞാൻ ആ കട ഫ്രണ്ടിലാണ്. ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ചീസ് കേക്ക് ആരെങ്കിലും തന്നാൽ പോലും ഞാനത് കഴിക്കാൻ 1-10 തവണ ആലോചിക്കും എന്ന തീരുമാനം ഞാൻ ആ മൊമെൻറ്റിൽ എടുക്കേണ്ടത്. കുറച്ചങ്ങ് മാറി ഇപ്പം നല്ല രസമുള്ളൊരു കഫേ കണ്ടു. ആക്ച്വലി അതൊരു ബേക്കിംഗ് ഷോപ്പാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ആൻഡ് മഴ ഞങ്ങളെ ഇടയ്ക്കൊന്ന് ചതിച്ചു. ദെൻ നമ്മൾ കബൻ പാർക്കിലെത്തി. എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂരിൻ്റെ വൺ ഓഫ് ദ ലാൻഡ്മാർക്കാണ്, നിയർ ടു ചിന്നസ്വാമി സ്റ്റേഡിയം. സോ മഴ ഞങ്ങളെ ചതിച്ചില്ല. ആക്ച്വലി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത് ആ മഴ അങ്ങ് പെയ്ത് തീർന്നുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കബൻ പാർക്കിലാണ്. കമ്പാരിറ്റീവ്ലി വലിയ തിരക്കില്ല. ഞാനിവിടെ മുമ്പ് വന്നിട്ടില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ തിരക്ക് എങ്ങനെയാണോ എനിക്കറിയത്തില്ല. നമുക്കിവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ റീൽസോ എന്തെങ്കിലുമൊക്കെ പിടിക്കാം. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് എക്സ്പ്ലോർ ദ കബൻ. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി സ്ഥലമാണ് കബൻ പാർക്ക്. ഒരു വാക്കിങ്ങിനും ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാനും നല്ല സ്പേസ്. ഇവിടെ ഒരു പൊതു ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച് കാണിച്ചത്. അതല്ല അയ്യോ അതല്ല, വേറെയാണ് ഗൈസ്. തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങൾ. ഇതാണോ സത്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവളുടെ ഉള്ളുകളിൽ നമ്മൾ പുറത്തെടുക്കണം. അല്ല, സീരിയസ്ലി അവിടെ ഒരു ഭരണിയുണ്ട്. ഭരണിയല്ല, ഒരു മഴവെള്ള സംഭരണി പോലത്തെ ഒരു സംഭരണിയിൽ നിന്ന് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും.
സോ ഗൈസ്, കബൻ പാർക്കിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ ഇവിടുത്തെ റെസിഡൻറ്റ് ഫേബ പ്രസന്റ് നമ്മുടെ ഞാൻ ബാഡ് സൈഡ് ഒന്നും പറയുന്നില്ല, നല്ല സൈഡ് മാത്രം പറയാനാണ് ഐശോനോട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പം വീക്കെൻഡ്സിലൊക്കെ ഈ ഒരു പാർക്കിലേക്ക് വരുവാണെങ്കിൽ കുറേ ആൾക്കാരൊക്കെ വരും. സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പം എന്തെങ്കിലും ഡാൻസ് സ്കൂളിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നവർ ഇവിടെ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ അടിയിൽ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ഗിറ്റാർ വായിക്കാൻ അറിയാവുന്നവർ, വയലിൻ വായിക്കാൻ അറിയാവുന്നവരൊക്കെ ആണെങ്കിലും ഇവിടെ കഴിവുള്ളവരെ കാണാൻ പറ്റും. അവിടെ എവിടെയൊക്കെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കാണാൻ പറ്റും. ചിലവർ വന്നിട്ട് എന്തെങ്കിലും ഒരു ബെഞ്ച് തരുന്ന സോളോ ആയിട്ട് പാട്ട് പാടും, ചിലവർ പഠിക്കും, ബുക്ക് വായിക്കും, ചിലവർ പിക്നിക്ക് വരുന്ന പോലെ തന്നെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് ഫ്രണ്ട്സിൻ്റെ ഒപ്പം എൻജോയ് ചെയ്യുന്ന കാണാം. ആൻഡ് ഓൾസോ ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരുടെ പ്രൈവറ്റ് മൊമെന്റ്സ് കാണേണ്ട ഗിരികേട് വരും. അതും കൂടെ പറഞ്ഞേക്കാം. അതുകൊണ്ട് എല്ലാം ഉണ്ട്. ഷാമ്പാരാണ് ഗൈസ്. നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് റീല് പിടിക്കാം. എനിക്ക് മാത്രം ആരുമില്ല കൊണ്ടുവരാൻ, അതുകൊണ്ട് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ട്, അതുകൊണ്ട് ഞാൻ ഐഫോണ് എൻ്റെ പാപ്പറായിട്ട് തീരുമാനിച്ചു ഞാൻ ഐഫോനെ ബബിളി കൊടുക്കുന്നു. വേണ്ട വേണ്ട, ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ്. ഈ ഇടയ്ക്കായിട്ട് പുതിയതായിട്ട് വന്ന റൂൾസ് ആണ്. ഇത്ര നാളും ഒരു പ്രശ്നമില്ലായിരുന്നു. വരുന്നാണ് പറയുന്നത്. വീഡിയോ കണ്ട ആരും പറഞ്ഞു കൊടുക്കരുത്. ഇത് കപ്പൻ വർക്ക് എന്ന് പറയില്ല കേട്ടോ, ഞങ്ങളും പറഞ്ഞിട്ടില്ല. എല്ലാം മായ്ച്ചു കളഞ്ഞേക്കും, മറന്നു കളഞ്ഞേക്കും. ഏകദേശം 300 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗ്രീൻ സ്പേസ് ആണ് ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗത്ത്. വേണമെങ്കിൽ ബാംഗ്ലൂരിൻ്റെ ലങ്സ് എന്നോ ശ്വാസകോശം എന്നൊക്കെ വേണേൽ പറയാം. അത് 1870 നിലവിൽ വന്നത്. ചാമരാജേന്ദ്ര പാർക്കെന്നും ചാമരാജേന്ദ്ര പാർക്കെന്നും ഈ ഒരു പാർക്കിനെ അറിയപ്പെടുന്നുണ്ട്. 1870 സർ മാർക്ക് കബൻ എന്ന ബ്രിട്ടീഷ് കമ്മീഷണർ, മൈസൂരിൻ്റെ കമ്മീഷണറായിരുന്നു. ആളുടെ പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. ഇന്നത്തെ കറക്കം ഓൾമോസ്റ്റ് അവസാനിച്ച് ബാക്ക് ടു ട്രാഫിക്. ഫസ്റ്റ് ഡേ ബാംഗ്ലൂർ നമ്മൾ വളരെ സൂപ്പറായിട്ട് അടിച്ചു പൊളിച്ചു. ഞങ്ങൾ പിന്നെ ഒരു ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ച് ആ ഒരു ദിവസം അങ്ങ് കഴിച്ചു. പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മൾ ഡേ 2 പോകാൻ പോകുന്നത്. ആക്ച്വലി അതൊരു റീകോളിംഗ് എന്നോ മെമ്മറീസിലേക്ക് തിരിച്ചു പോകുന്നെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടാസ്വദിച്ചതിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ സ്നേഹവും അഡ്വൈസസും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ബൈ ബൈ, ടാറ്റാ.